ഹലോ ഗായ്സ്, നമുക്കിപ്പം വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ പാർട്ട് 3യിലേക്ക് പോവാം. പാർട്ട് 3യിലേക്ക് പോകുമ്പോൾ നമുക്ക് പാർട്ട് 2, പാർട്ട് 1 നമ്മളെങ്ങനെയാണ് ചെയ്തത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. പാർട്ട് 1 നമ്മൾ ചെയ്തത് സെൻറ്റർ ആയിരുന്നു, പാർട്ട് 2 നമ്മൾ ചെയ്തത് എഡ്ജ് ആയിരുന്നു. ഇത് രണ്ടും ചെയ്ത് നമുക്ക് പാർട്ട് 3 കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പം പാർട്ട് 3 ഡയറക്റ്റ്ലി കാണുന്നവർ പാർട്ട് 1ഉം പാർട്ട് 2ഉം എൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പാർട്ട് 1ൻ്റെയും 2ൻ്റെയും. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണോസ് റെഡിയാക്കി ഇതിനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാണ്. അത് നമുക്ക് അപ്പം തന്നെ തീരും. ഇത് പെട്ടെന്ന് നമ്മൾ 3x3 പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ റുബിക് ക്യൂബ് നമ്മളെ കറക്റ്റ് 3x3 റുബിക് ക്യൂബ് പോലെ ആയിട്ടുണ്ട്. അതായത് റെഡിന് മേളിൽ യെല്ലോ കൊണ്ടുവരിക. അതായത് റെഡ് സെൻറ്റർ, യെല്ലോ, ഗ്രീൻ. കണ്ടില്ലേ? ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ നമ്മളെല്ലാം കറക്റ്റ് രീതിയിലാണ്. എങ്ങനെ തിരിച്ചാലും കറക്റ്റ് ആ കളർ കാണും. നമ്മളങ്ങനെ പഠിച്ചു. ഇപ്പോൾ നമുക്ക് എഡ്ജും ശരിയായി. രണ്ട് എഡ്ജ് എല്ലാ എഡ്ജുകളും കറക്റ്റാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് കറക്റ്റ് ചെയ്തു. പക്ഷേ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോണോസ് നമുക്ക് എപ്പോഴും കറക്റ്റ് ആക്കണം. അപ്പോൾ നമ്മൾ 3x3 ചെയ്ത കണക്ക് തന്നെ. അതായത് 3x3യിൽ നമ്മൾ ആദ്യം ചെയ്തു വന്നത് പ്ലസ് വെച്ചിട്ടായിരുന്നു. ആദ്യം നമ്മൾ ചെയ്തു വന്നത് പ്ലസ് വെച്ചിട്ടാണ്. ഇവിടെ നമുക്കിപ്പോൾ വൈറ്റ് ചെയ്യാം. വൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വെച്ചിട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ പ്ലസ് വൈറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലസ് ചെയ്യാം. നമുക്ക് വൈറ്റ് നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു പ്ലസ് ആണ്. ആദ്യം ഇപ്പോഴും ഇവിടെ കൊണ്ടുവരേണ്ട ഒരു പ്ലസ് കൊണ്ടുവരണം. എന്താ ഇതേ കണക്കൊരു പ്ലസ് കൊണ്ടുവരണം. ഇങ്ങനെ ഒരു പ്ലസ് കൊണ്ടുവരണം. ആദ്യം നമ്മൾ വൈറ്റിൻ്റെ ഒരു പ്ലസ് കൊണ്ടുവരണം. അതേ കണക്ക് ഇവിടെയും വൈറ്റ് തന്നെ ചെയ്യാം. വൈറ്റിന് നമുക്കൊരു ആദ്യം ഒരു പ്ലസ്, ഇങ്ങനെ ഒരു പ്ലസ് ആണ് ആദ്യം വേണ്ടുന്നത്. അതായത് നമുക്ക് പ്ലസ് വേണം, ഇങ്ങനെ ഒരു പ്ലസ് വേണം. ആദ്യം നമുക്ക് ആ പ്ലസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. വൈറ്റ് കൊണ്ടുവന്നു. ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്. ആ വൈറ്റിനെയും കൊണ്ടുപോയി. ഇവിടെ ഒരു വൈറ്റ്, ആ വൈറ്റിനെയും കൊണ്ടുപോയി. ഇതാ കിടക്കുന്ന ഒരു വൈറ്റ്. ആ വൈറ്റിനെ നമ്മൾ തിരിച്ചിവിടെ വെച്ചു. ഇവിടെ വെച്ചപ്പോൾ ആ വൈറ്റും വെളിയിലെത്തി. അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ 3x3 റുബിക്സ് ക്യൂബ് ചെയ്ത് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ടതെന്നെല്ലാം. നമുക്കത് നിങ്ങൾ അതൊന്നും കാണുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഞാൻ അതിനകത്ത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് ചെയ്ത കണക്ക് തന്നെ നമ്മളിപ്പം പിന്നെ അതിന് ശേഷം നമുക്ക് കോണോസ് ചെയ്യണം. കോണോസ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് നമുക്കൊരു ഇത് വേണം. അതായത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഗ്രീൻ ബ്ലൂ ഓറഞ്ച് റെഡ് അതേ കണക്ക് കൊണ്ടുവരണം. ഇവിടെ കണ്ടില്ലേ, ഗ്രീൻ റെഡ് ബ്ലൂ ഓറഞ്ച് ഇതേ കണക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് അല്ല. അപ്പോൾ റെഡ് കൊണ്ടുവരണം. നമ്മളിത് ബാക്കിലോട്ടൊന്ന് തിരിച്ചു, രണ്ടുവട്ടം തിരിച്ചു. റെഡ് ഇവിടെ വന്നു, റെഡിനെ മാറ്റി ഓറഞ്ചാക്കി. രണ്ടുവട്ടം തിരിച്ചു, റെഡ് വന്നു. കണ്ടില്ലേ? ഇതേ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഇതും കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോണോസ്. അതായത് നമുക്ക് ചെയ്യേണ്ട ഒരു ടീ ആണ്. അതായത് ഇവിടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടീ വരണം. അതായത് ഒരു ടീ കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ നമ്മൾ ടീ ആദ്യം കൊണ്ടുവരാൻ നോക്കണം. പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ടീ ആണ്. കൊണ്ടുവരണം. ഇതേ കണക്ക് ഫുള്ള് വൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഒരു ടീ കൊണ്ടുവരണം. 3x3യിൽ കൊണ്ടുവന്ന കണക്ക് തന്നെ ടീ കൊണ്ടുവരണം. ഇവിടെ നമുക്ക് ആ ടീ കൊണ്ടുവരണം. ഇപ്പോൾ ടീ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് വൈറ്റ് കോണോസ് കൊണ്ടുവരണം. അതായത് വൈറ്റ് കോണോസ് കറക്റ്റ് വൈറ്റ് കോണോസ് തന്നെ കൊണ്ടുവരണം. അതായത് വൈറ്റ് ഗ്രീൻ റെഡ്, അതായത് വൈറ്റ് ഗ്രീൻ റെഡ് ഇവിടെ അല്ല, വൈറ്റ് ഗ്രീൻ റെഡ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ താക്കാം. ഈ വൈറ്റ് റെഡിനെ താത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറ്റ് ഗ്രീൻ ഇവിടെ പോകും. അതായത് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിവിടെ വന്നു, അതിനെ തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരും. കണ്ടോ? അപ്പോൾ മേളിലോട്ടാക്കി കഴിഞ്ഞാൽ അവിടെ വൈറ്റ് ഗ്രീനായി. വൈറ്റ് ഓറഞ്ച് ഗ്രീൻ അതിനെ കൊണ്ടുവരണം. അപ്പോൾ അതിവിടെ കിടക്കുന്നു. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ കിടന്നോട്ട് നമുക്കൊന്നും ചെയ്യണ്ട. ഈ വൈറ്റ് ഓറഞ്ചിനെ താത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും കറക്റ്റായി. അപ്പോൾ ഇതിനെ മേലോട്ട് കൊണ്ടുപോയാൽ അതും ഇവിടെ വന്നു. ഇനി ബാക്കി 2 എഡ്ജാണ്. ഒരു എഡ്ജ് ഇവിടെ കിടക്കുന്നു. ആ എഡ്ജിനെ മാറ്റി നമുക്ക് തിരിച്ച് ഇവിടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താക്കുന്നു, ഈ വൈറ്റിനെ ഇവിടെ കൊണ്ടുവരിക. അതായത് ഈ താഴെ കിടക്കുന്ന വൈറ്റിനെ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ കൊണ്ടുവന്നു. ഇനി നമ്മൾ മേളിലോട്ടാക്കുക. കറക്റ്റായി. ഇപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന വൈറ്റിനെ ഇവിടെ ആക്കി.
അപ്പോൾ ഇനി ഇത് വൈറ്റ് ബ്ലൂ ആണ്, വൈറ്റ് ബ്ലൂ റെഡ് ഇവിടെ അല്ല, ഇവിടെ ആണ്. അപ്പോൾ നമുക്കതങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിവിടെ വന്ന് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് താക്കാം. ഇതിവിടെ വന്നു, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് താക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ടാക്കി മേലോട്ടാക്കുമ്പോൾ അതും ഇവിടെ വന്നു. വൈറ്റ് ബ്ലൂ ഓറഞ്ച് അത് ഇവിടാണ്. അതിനെ താത്തു അങ്ങോട്ടാക്കി മേലോട്ടാക്കുമ്പോൾ അതും റെഡിയായി. വൈറ്റ് ഫുള്ള് റെഡിയായി. നമുക്കൊരു ടീ മെത്തേഡായിട്ടുണ്ട്. ബാക്കിയൊന്നും നോക്കണ്ട, നിങ്ങൾ വൈറ്റ് ഒരു ടീ മെത്തേഡ് ഇവിടെ ചെയ്ത് കണക്കണ്ട, ഒരു ടീ മെത്തേഡ്. പിന്നെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എഡ്ജസ് ആണ്. പിന്നെ എഡ്ജസ് ചെയ്യണം. ഇവിടെ എല്ലാം എഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ 3x3 റൂബിക്സ് ക്യൂബ് ചെയ്തത് കണക്ക് തന്നെ ഇതിനകത്ത് നമ്മൾ എഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഞാൻ ചെയ്തതായിരുന്നു. ഈ 3x3 റൂബിക്സ് ക്യൂബ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് ചെയ്ത് പഠിക്കാതെ നമുക്കൊന്നും ഇത് 4x4 ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ആദ്യം എല്ലാം ചെയ്യുന്ന കണക്കായിരിക്കും. നമ്മളെന്തായാലും അതൊന്ന് പോയി നോക്കണം. ആ വീഡിയോ ഒന്ന് പോയി നോക്കി ഒന്ന് കണ്ടതിന് ശേഷം ഇതിനകത്തോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും അതൊന്ന് പോയി നോക്കുക, ഒന്ന് കാണുക. ഒന്ന് കണ്ട് നോക്കിയതിന് ശേഷമേ നമ്മൾ 4x വരാവുള്ളൂ. അപ്പോൾ നമ്മൾ നമുക്ക് 4x ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 3x3 ചെയ്യാതെ നമുക്ക് 4x വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ 3x3 നമ്മളിവിടെ ചെയ്തു വരുന്നത് 4x4 അത് കണക്ക് തന്നെ. നമ്മൾ ആദ്യം പ്ലസ് ചെയ്യും, പിന്നെ കോണോസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ടി ചെയ്യുന്നു. കോണോസ് ചെയ്യുമ്പോൾ ടി ആവും. അപ്പോൾ നമ്മൾ ടി ആക്കി. പിന്നെ അതിന് ശേഷം എഡ്ജസ് അതാണ് ഞാനും ചെയ്യുന്നത്. ഇപ്പോൾ എഡ്ജസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതേ കണക്ക് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യണം. അതായത് നമുക്ക് ഒരു എഡ്ജ് വേണം. അപ്പോൾ അതായത് ഇപ്പോൾ ഓറഞ്ച് ബ്ലൂ അതായത് ഇവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ഓറഞ്ച് ബ്ലൂ എഡ്ജ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓറഞ്ചിൻ്റെ നേരെ തന്നെ പിടിക്കുക. എന്നിട്ടിപ്പോൾ ഓറഞ്ച് ബ്ലൂ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു. എൽ ചെയ്തു, ഡി ഡാഷ് ചെയ്തു, എൽ ഡാഷ് ചെയ്തു, ഇങ്ങനെ പിടിക്കുക, ഫേസ് തിരിക്കുക. എന്നിട്ട് വീണ്ടും ഡി ഡാഷ് ചെയ്തു, ആർ ഡാഷ് ചെയ്തു, ഡി ആർ. അപ്പോൾ നമുക്കിവിടെ ബ്ലൂ ഓറഞ്ച് കിട്ടി. നമുക്ക് അതേ കണക്ക് തന്നെ എല്ലാ എഡ്ജും അതേ കണക്ക് തന്നെ. നേരത്തെ ഞാൻ 3x3 അതിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതേ കണക്ക് തന്നെ എല്ലാം നമ്മൾ ബ്ലൂ റെഡ് നേരെ പിടിക്കുക, ലെഫ്റ്റിൽ കൊണ്ടുവരാൻ താക്കുക, ഇങ്ങോട്ടാക്കി ഇങ്ങനെ ചെയ്തു. ആ മെത്തേഡ് ചെയ്യുക. അപ്പോൾ അവിടെയും കൊണ്ടുവന്നു. അതേ കണക്ക് തന്നെ എല്ലാം നമ്മൾ ആ രീതിയിൽ കൊണ്ടുവരണം. ഇത് നമ്മൾ നേരത്തെ ഞാൻ അതിനകത്ത് ചെയ്ത കണക്ക് തന്നെ കറക്റ്റായിട്ടാണ് ഇതിനകത്തും ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഇവിടെ വരേണ്ടത് ഇവിടെയും ഇവിടെ വരേണ്ടത് ഇവിടെയും കിടക്കുന്നു. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് തന്നെ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഓറഞ്ച് അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മാറി പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാം. ആ മെത്തേഡ് ചെയ്തു. അപ്പോൾ അവിടെ ഗ്രീൻ ഓറഞ്ച് അവിടെ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ വീണ്ടും അത് ഗ്രീൻ ഓറഞ്ച് അതായത് ഓറഞ്ചിന് നേരെ പിടിച്ചു, റൈറ്റിന് കൊണ്ടുവരണം, റൈറ്റിൽ കൊണ്ടുവരണം, ലെഫ്റ്റിലോട്ടാക്കി വീണ്ടും ആ മെത്തേഡ് ചെയ്യുന്നു. മെത്തേഡ് ചെയ്തു, കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഗ്രീനിന് നേരെ പിടിക്കണം, ഗ്രീനിന് നേരെ പിടിച്ചു, ലെഫ്റ്റിലോട്ടാക്കി അത് ചെയ്തു. അപ്പോൾ അതും ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് തന്നെ, അതായത് ഇതേ കണക്ക് തന്നെ ഇവിടെയും ഇതേ കണക്ക് തന്നെ ഇവിടെയും ചെയ്യണം. അപ്പോൾ ഇവിടെയും ചെയ്യണമ്പം നമുക്കിവിടെ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരെ എഡ്ജിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്കിവിടെ കാണുന്നത് ഇതേ കണക്ക് പ്ലസ് വരും, അല്ലെങ്കിൽ നമുക്ക് ഇതേ കണക്ക് എല്ല് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും. അതായത് ഇങ്ങനെ ഒരു ലൈനായിരിക്കും, ഒരു യെല്ലോ ലൈൻ, അല്ലെങ്കിൽ ഒരു പ്ലസ്, അല്ലെങ്കിൽ ഒരു യെല്ലോ മാത്രം, അല്ലെങ്കിൽ സെൻറ്റർ യെല്ലോ മാത്രം, ഇങ്ങനെയൊക്കെ വരാം. പക്ഷേ നമ്മളൊരു 4x4 റുബിക്സ് ക്യൂബിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കാണും. അതായത് നമ്മളിങ്ങനെ പ്ലസ് ഇടണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഈ യെല്ലോ മാത്രം, ഇവിടെ യെല്ലോ കാണില്ല, അങ്ങനെ വരാം. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തൊരു മെത്തേഡ് ചെയ്യുമല്ലോ. അതായത് FR ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. പിന്നെ ഒന്നുകൂടെ ചെയ്യുമ്പോൾ FRTR-T-F'. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്ലസ് കിട്ടും. അതേ കണക്ക് തന്നെ നമ്മൾ ഇവിടെയും ചെയ്തപ്പോൾ പ്ലസ് കിട്ടത്തില്ല. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണുന്നത് നമുക്കിവിടെ ഒരു കട്ട, അതായത് ഈ ഒരു ബ്രിക്ക് മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ചെയ്ത്
ആ പ്രോബ്ലം ചെയ്യാൻ വേറൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് അതായത് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ രണ്ട് വട്ടം, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ അതായത് RR2 1 2 RR2 രണ്ട് വട്ടം. അതിനുശേഷം B2 നമ്മുടെ ഇതാണ് ഫേസ് പിടിക്കുന്നത്, അപ്പോൾ ഇതാണ് ബാക്ക് നമ്മൾ B2 രണ്ട് വട്ടം, ബാക്ക് വട്ടം രണ്ട് വട്ടം ബി, അതായത് നമ്മൾ റൈറ്റിലോട്ടാണ് തിരിക്കുന്നത്, അല്ല ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് തിരിക്കരുത്, അപ്പോൾ B ഡാഷ് ആണത്. പിന്നെ T2 അതായത് ടോപ്പ് ഭാഗം രണ്ട് വട്ടം T2. പിന്നെ LL അതായത് LL എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ എൽ താഴോട്ടാണ് വരുന്നത്, അതായത് LL എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് വരും, അതായത് ഈ രണ്ട് കട്ട റൈറ്റിലോട്ട്, അപ്പോൾ LL ആയി. ഇനി നമുക്കുള്ളത് T2, വീണ്ടും നമ്മൾ T2 ചെയ്യുന്നു. പിന്നെ RR ഡാഷ് ചെയ്യുന്നു, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ ഡാഷ് ചെയ്യുന്നു, അതായത് നേരെ തിരിച്ച് രണ്ട് വട്ടമല്ല ഒരു വട്ടം. പിന്നെ വീണ്ടും T2 ചെയ്യുന്നു, വീണ്ടും നമ്മൾ RR ചെയ്യുകയാണ്, ഡാഷ് അല്ല RR. വീണ്ടും നമ്മൾ T2 ചെയ്യുന്നു. പിന്നെ നമ്മൾ F2 ചെയ്യുന്നു, അതായത് F ഫേസ് രണ്ട് വട്ടം ചെയ്യുന്നു. പിന്നെ നമ്മൾ വീണ്ടും RRലേക്ക് പോവുകയാണ്, അപ്പോൾ വീണ്ടും നമ്മൾ ഒരു വട്ടം ചെയ്യുന്നു. വീണ്ടും നമ്മൾ F2 ചെയ്യുന്നു. ഇനി നമ്മൾ L ഡാഷ് ചെയ്യുന്നു, അതായത് LL ഡാഷ് ചെയ്യുന്നു, അതായത് ക്യാപിറ്റൽ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ എൽ ഡാഷ് ചെയ്യുമ്പോൾ ഇത് ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്, മനസ്സിലായില്ലേ? ഇത് റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ നേരെ തിരിച്ചങ്ങോട്ട് റിവേഴ്സ്, അപ്പോൾ LL ഡാഷ്. അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് B2 ചെയ്യും, ബാക്ക് വീണ്ടും രണ്ട് വട്ടം B2 ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RR2 ചെയ്യും, വീണ്ടും നമ്മൾ RR2 ചെയ്യുകയാണ് ചെയ്യുന്നത്, RR2. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കിടക്കുന്ന കട്ട നേരെ തിരിഞ്ഞു വരുന്നതാണ്. കണ്ട ഈ യെല്ലോ ഗ്രീൻ നേരത്തെ ഇവിടെ കിടന്നിരുന്നു, ഇവിടെ ആയിരുന്നു യെല്ലോ, ഇവിടെ ഗ്രീൻ ആയിരുന്നു, അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ തിരിച്ചു. അപ്പോൾ ഇതാണ് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഈ പ്രോബ്ലം കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതേ കണക്ക് തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ യെല്ലോ അങ്ങ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ചെയ്ത കണക്ക് തന്നെ ആദ്യം യെല്ലോ കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ യെല്ലോ അങ്ങ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നു. നേരത്തെ ഞാൻ ഇതിനകത്ത് കാണിച്ച കണക്ക് തന്നെ R T2 R ഡാഷ് T ഡാഷ് R T ഡാഷ് R ഡാഷ് ഇങ്ങനെ കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ കൊണ്ടുവരാൻ, അതായത് ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ കൊണ്ടുവരാൻ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ R T2 R ഡാഷ് T ഡാഷ് R T ഡാഷ് R ഡാഷ് ഇത് ചെയ്തതിന് ശേഷം ഇവിടെ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ L ഡാഷ് T2 L T L ഡാഷ് T L ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗം കംപ്ലീറ്റ് ആയി. അതേ കണക്ക് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ലെഫ്റ്റിലായതുകൊണ്ട് L വെച്ച് ചെയ്യാം. അതായത് നമ്മളിപ്പം ഒരു മെത്തേഡ് നമ്മൾ റൈറ്റിലും ലെഫ്റ്റിലും ചെയ്ത് പഠിക്കണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ റൈറ്റിലാണ് തുടങ്ങിയത്, അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ തുടങ്ങിയും പഠിക്കണം. അതായത് L T2 L ഡാഷ് അല്ല സോറി L ആണത്, L ഡാഷും Lലും തിരിച്ചറിയണം. നമ്മളെപ്പോഴും L എന്ന് പറയുന്ന റൈറ്റിലോട്ടാണ് തിരിയേണ്ടത്, ഒരിക്കലും നമ്മൾ തിരിച്ചങ്ങോട്ട് ചെയ്യാൻ L ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും T L ഡാഷ് T L അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റിൽ ചെയ്യണം R T2 R ഡാഷ് T ഡാഷ് R T ഡാഷ് R ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു യെല്ലോ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇവിടെയും അതേ കണക്ക് യെല്ലോ കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഇവിടെയും നമ്മൾ യെല്ലോ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. ഇവിടെയും നമ്മൾ യെല്ലോ കംപ്ലീറ്റ് ചെയ്യും. യെല്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുന്ന കോർണർ ഭാഗമാണ്. ലാസ്റ്റാണ് ഈ എഡ്ജ് ഭാഗം, ലാസ്റ്റാണ് നമ്മൾ എഡ്ജിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ കോർണറിലേക്ക് പോവുകയാണ്. കോർണറിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഇതേ കണക്ക് ഒരു പച്ച അല്ലെങ്കിൽ ഒരു നീല അല്ലെങ്കിൽ ഒരു ചുവപ്പ് ഇതേ കണക്ക് കൊണ്ടുവരുന്നു വെക്കണം. അതായത് ചുവപ്പ് ഇതേ കണക്ക്, അതായത് നമുക്കിപ്പം അങ്ങനെ ഒരു ചുവപ്പ് പോലും കാണാനില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് ആദ്യം ചെയ്യണം. അതായത് R ഡാഷ് F R ഡാഷ് B2 R F ഡാഷ് R ഡാഷ് B2 RR R2. അപ്പോൾ നമുക്കത് ചെയ്തു. അപ്പോൾ നമുക്കത് ഇവിടെ ഒരു നമുക്ക് ഒരു ബ്ലൂ കിട്ടി, ഒരു ബ്ലൂ രണ്ടെണ്ണം കിട്ടി. നമുക്ക് ആ ബ്ലൂ നേരിട്ട് കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക,
ബ്ലൂ ഓപ്പോസിറ്റ് പിടിച്ചിട്ട്, അതായത് ബ്ലൂ ശരിയായ ബ്ലൂ നമുക്ക് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് വീണ്ടും നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. R' F R' B2 R F' R' B2 RR. ഈ മെത്തേഡ് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ചു വിടുക, T ഭാഗം ലെഫ്റ്റിലോട്ട്. അപ്പോൾ ശരിയായി, നമുക്ക് കണ്ടില്ലേ ഇതേ കണക്ക് ഒരെണ്ണം കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇത് മാത്രം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇതേ കണക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഇതേ കണക്ക് മാത്രം വരാം. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട, ഇത് നമ്മളിപ്പം ഇതേ കണക്ക് മാത്രം ചെയ്യുക. അപ്പം നമുക്കിപ്പം ഇത് മാത്രമല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരാം. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് R T' R T R T R T' R' T' R2. വീണ്ടും നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യണം. എപ്പോഴാണോ കറക്റ്റായിട്ട് ഇത് 3 എണ്ണം കറക്റ്റ് വരുന്നത് അപ്പോഴാണ് മെത്തേഡ് തീരുന്നത്. അത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. R T' R T R T R T' R' T' RR R2. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് ആയി, കണ്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു പ്രോബ്ലം കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതാണ് വേറൊരു പ്രോബ്ലം. ഇങ്ങനെ ചെയ്തു വരുമ്പം ഇങ്ങനെയും വരാം, കണ്ടില്ലേ. നമുക്കിതാ ഈ 2 എഡ്ജും കാണത്തില്ല, അതായത് ഈ 2 എഡ്ജും വരത്തില്ല. ഇതും വരും, ഈ ഭാഗവും വരും, അങ്ങനെയും വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഒരു പ്രോബ്ലമാണ്. നമുക്കെല്ലാം കുറേ പ്രോബ്ലം ഈ 4x4 റുബിക്സ് ക്യൂബിനകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, അതായത് ഏതെങ്കിലും ഒരു ഭാഗം പിടിക്കുക, ഈ ഭാഗമോ അതായത് തെറ്റിയ ഒരു ഭാഗം, അതായത് മിക്സ് ആയി കിടക്കുന്ന ഒരു ഭാഗം പിടിച്ചിട്ട് ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ R 2 വട്ടം, സ്മോൾ ലെറ്റർ R 1 2 വട്ടം, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ T അതായത് T 2, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്മോൾ ലെറ്റർ R 2 വട്ടം, ഇനി 2T അതായത് ക്യാപിറ്റൽ ലെറ്റർ T സ്മോൾ ലെറ്റർ T 2 വട്ടം, ഇനി സ്മോൾ ലെറ്റർ R 2 വട്ടം, ഇനി ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ T 2 വട്ടം, ക്യാപിറ്റൽ ലെറ്റർ T 2 വട്ടം. കണ്ടോ, ഇത് നമുക്ക് അതും ഈ ഒരു പ്രോബ്ലം നമുക്ക് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു 4x4 റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മൊത്തം 4x4 റുബിക്സ് ക്യൂബും പഠിച്ചു. നമുക്ക് അതേ കണക്ക് തന്നെ 3x3 റുബിക്സ് ക്യൂബും പഠിച്ചു. നമ്മളിപ്പം 3x3യിൽ നമുക്ക് ഇതേ കണക്കൊരു പ്രോബ്ലം, ഇപ്പം ഞാൻ കാണിച്ച പ്രോബ്ലം ഒരിക്കലും 3x3 റുബിക്സ് ക്യൂബിൽ വരത്തില്ല. 3x3 റുബിക്സ് ക്യൂബിൽ ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ വരത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതേ കണക്കുള്ള പ്രോബ്ലമാണ്. നേരത്തെ ഞാൻ കാണിച്ചതായിരുന്നു അത്, ഇതേ കണക്കുള്ളതാണ് വരുന്നത്. അല്ലെങ്കിൽ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഡ് വരും, അല്ലെങ്കിൽ ഇവിടെ ഓറഞ്ച് വരും, ഇവിടെ ഗ്രീൻ വരും, ഇവിടെ ബ്ലൂ വരും, അങ്ങനെ വരാം. അങ്ങനെ വന്നാലും നമ്മൾ ഇവിടെ ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒരു സ്മോൾ ലെറ്റർ T ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ, ഇവിടെ പറഞ്ഞു തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡാണ്. R T' R T R T R T' R' T R R. ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരെണ്ണം കറക്റ്റ് ആക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ശരിയാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ആ സൈഡ് പിടിച്ചിട്ട് ബാക്കിയുള്ള കണക്ക് എല്ലാം ശരിയാക്കാം. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് ഈ T x3യിലും നമ്മൾ പറയുന്നത്. അപ്പോൾ 4x4 എങ്ങനെയാണെന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. 3 പാർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എല്ലാ പാർട്ടും കാണണം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.